നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ബി.ജെ.പി. കേന്ദ്രങ്ങൾ പ്രതീക്ഷയിലും LDF, UDF കേന്ദ്രങ്ങൾ ആശങ്കയിലുമാവുകയാണ്. UDFിന് പരാജയ ഭീതിയാണെങ്കിൽ LDFിന് ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറുകയാണ്. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ ബി.ജെ.പിക്ക് വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടാകുമെന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ 3 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കുന്നു. തിരുവനന്തപുരത്തും തൃശൂരും ബി.ജെ.പിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിൽ ബി.ജെ.പിക്ക് വിജയസാധ്യതയും തള്ളിക്കളയാനാവില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ തിരുവനന്തപുരത്തെ UDF കേന്ദ്രങ്ങൾ ആശങ്കയിലായിരുന്നു. ആദ്യ വിജയത്തിനു ശേഷം 2 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച UDF സ്ഥാനാർത്ഥി ശശി തരൂർ 2 തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എങ്കിൽ ഇത്തവണ പ്രചരണത്തിലുടനീളം പരാജയ ഭീതി പ്രകടമായി തന്നെ നിഴലിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് LDF ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായ തീരദേശ വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന സാഹചര്യമായിരുന്നു കാണാൻ കഴിഞ്ഞത്. കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 15% നിന്ന് 27% ഉയരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കേരളത്തിൽ മാത്രം സജീവ സാന്നിധ്യം അറിയിച്ചിരുന്ന CPMന് ഇത്തവണ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ഇത് LDF കേന്ദ്രങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് എങ്കിലും എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലും LDF. വടക്കേ ഇന്ത്യയെ സ്വാധീനിക്കുന്ന മോദി തരംഗം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഉണ്ടായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. തിരുവനന്തപുരത്ത് തനിക്കെതിരെ സാക്ഷാൽ നരേന്ദ്രമോദി നേരിട്ട് മത്സരിച്ചാലും വിജയം തനിക്ക് തന്നെയാണ് എന്നായിരുന്നു ശശി തരൂർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം UDFിന്റെ ആത്മവിശ്വാസം പാടെ തകരുന്നതിന് തിരുവനന്തപുരം സാക്ഷിയായി. ശക്തനായ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് ഒത്ത സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അരുണാചലിലെയും സിക്കിമിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുന്നത്. രണ്ടിടത്തും ബി.ജെ.പിക്ക് തന്നെയാണ് മേൽക്കൈ എന്നിരിക്കെ ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോഴും ബി.ജെ.പി തന്നെ നേട്ടം കൊയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.